Hello friends, welcome to Dhruv Malayalam recipes. ഇന്നിവിടെ അതിരുചികരവും വളരെ എളുപ്പത്തിൽ ഉണ്ടാക്കാൻ പറ്റിയ നമ്മുടെ നുറുക്ക് ഗോതമ്പ് കൊണ്ടുള്ള പുട്ടാണ് കാണിക്കാൻ പോകുന്നത്. അപ്പോൾ നമ്മുടെ വീട്ടിൽ പുട്ടുപൊടി ഒന്നും ഇല്ലെങ്കിൽ നമുക്ക് നുറുക്ക് ഗോതമ്പ് ഇരിപ്പുണ്ടെങ്കിൽ വളരെ എളുപ്പത്തിൽ ഇത് ഉണ്ടാക്കി എടുക്കാൻ പറ്റും. ഇത് നമുക്ക് കുതിർക്കാൻ ഇടുകയോ അല്ലെങ്കിൽ പിന്നെ കുതിർത്ത ശേഷം അത് ഉണക്കാൻ ഇടുകയോ ഒന്നും വേണ്ട. വളരെ ഈസി ആയിട്ട് ഉണ്ടാക്കി എടുക്കാൻ പറ്റും. നിങ്ങൾ വീഡിയോ അവസാനം വരെ കാണുക. എന്നിട്ട് ഈ പുട്ട് ഉണ്ടാക്കി നോക്കുക. എന്നിട്ട് പുട്ട് ഉണ്ടാക്കി നോക്കിയിട്ട് നിങ്ങൾക്ക് റെസിപ്പി ഇഷ്ടമായെങ്കിൽ നിങ്ങൾ എൻ്റെ ചാനൽ സബ്സ്ക്രൈബ് ചെയ്യുക, എന്നെ സപ്പോർട്ട് ചെയ്യുക കേട്ടോ. അപ്പോൾ നമുക്ക് വീഡിയോയിലോട്ട് കിടക്കാം. അപ്പോൾ നമുക്ക് നുറുക്ക് ഗോതമ്പ് പുട്ടുണ്ടാക്കാൻ തുടങ്ങാം. അതിനായിട്ട് ഞാൻ ഇതുപോലെ കുറച്ച് തരി വലിപ്പം കൂടിയ നുറുക്ക് ഗോതമ്പാണ് എടുത്തിരിക്കുന്നത്. ഇത് നന്നായിട്ട് കഴുകിയ ശേഷം വെള്ളമൊക്കെ ഊറ്റി ഇത് കുതിർക്കാനൊന്നും വയ്ക്കേണ്ട, അതുപോലെ തന്നെ ഉണക്കാനൊന്നും വയ്ക്കേണ്ട. നമ്മളിത് വറുത്തെടുക്കാൻ പോവുകയാണ്. അപ്പോൾ നന്നായിട്ട് കഴുകിയിട്ട് അത് വെള്ളമൊക്കെ നന്നായിട്ട് ഊറ്റിയെടുക്കുക. ഇതുപോലെ ഒരു അരിപ്പയിൽ നമുക്ക് ഊറ്റിയെടുക്കുക കേട്ടോ. ഇതുപോലെ ഊറ്റി കുറച്ച് നേരം വച്ചുകൊണ്ടിരിക്കുകയൊന്നും വേണ്ട, ജസ്റ്റ് ഇതൊന്ന് ഊറ്റിയെടുക്കുക, അത്രേ ഉള്ളൂ. കണ്ടില്ലേ, നന്നായിട്ട് വെള്ളം പോയി കഴിയും ഇപ്പം തന്നെ. ഇനി നമുക്കിത് ഒന്ന് വറുത്തെടുക്കണം. ഇതുപോലെ നന്നായിട്ട് വറുത്തെടുക്കുക. അപ്പോൾ ഞാനൊരു ലോ ടു മീഡിയം ഫ്ലെയിമിൽ വെച്ചിട്ടാണ് വറുക്കുന്നത് കേട്ടോ. കരിയാതിരിക്കാൻ പ്രത്യേകം സൂക്ഷിക്കുക. അതുകൊണ്ടാണ് പറയണത് ലോ ഫ്ലെയിമിലും മീഡിയം ഫ്ലെയിമിലും ആക്കിയിട്ട് നമ്മൾ വറുത്തെടുത്താൽ മതി. ഈ വറുക്കുന്ന ഇത്തിരി ഒരു ടൈം മാത്രമേ ഉള്ളൂ, പക്ഷെ നമുക്ക് പെട്ടെന്ന് ഇത് വറുത്തെടുക്കാനും പറ്റും കേട്ടോ. അപ്പോൾ ഇത് അതിൻ്റെ പാകം എന്ന് പറയുന്നത്, ഇത് നമ്മളുടെ അരിയൊക്കെ വറുക്കില്ലേ, അതുപോലെ ഇത് ചെറുതായിട്ട് പൊട്ടി തുടങ്ങുമ്പോഴേക്കും നമുക്കിത് ഓഫാക്കി വെക്കാം. എന്നിട്ട് ആ പാത്രത്തിൽ തന്നെ വച്ചാൽ മതി. പൊട്ടി തുടങ്ങുന്ന ആ സമയമാകുമ്പോഴേക്കും നമുക്ക് ഓഫാക്കി വയ്ക്കാം. അത് കഴിഞ്ഞിട്ട് ഒരു ചൂടൊക്കെ ആറിയ ശേഷം അത് നമുക്ക് പൊടിച്ചെടുക്കണം. ഇതുപോലെ ചെറുതായിട്ട് പൊട്ടി തുടങ്ങുമ്പോഴേക്കും നമുക്ക് ഓഫാക്കി വെക്കാം. അപ്പോൾ ഇതുപോലെ പൊടിച്ച് വെച്ചിട്ടുണ്ടെങ്കിൽ നമുക്ക് ആവശ്യമുള്ളപ്പോൾ എടുത്ത് ഉപയോഗിച്ചാൽ മതി കേട്ടോ. ഈ പെട്ടെന്ന് പുട്ട് ഉണ്ടാക്കിയെടുക്കാൻ പറ്റും. ഇത് ഞാൻ മിക്സിയുടെ ചെറിയ ജാറിലിട്ടിട്ട് ഈ നമുക്ക് പുട്ടിന് പൊടി മേടിക്കാൻ കിട്ടില്ല, അതുപോലെ തരിയായിട്ട് പൊടിച്ചെടുക്കുക കേട്ടോ. വളരെ നേർത്ത് അപ്പത്തിനൊക്കെ എടുക്കണ പോലത്തെ ആ പൊടിയാക്കരുത്, കുറച്ച് തരി വേണം. കണ്ടില്ലേ, ഇത് ഞാൻ നിർത്തി അടിച്ചാണ് എടുത്തേട്ടോ. അപ്പോൾ കുറച്ച് തരി വേണം. അപ്പോൾ നുറുക്ക് ഗോതമ്പാവുമ്പോൾ കുറച്ചൊക്കെ നമ്മൾ പൊടിയാതെ കിടക്കും. അതുകൊണ്ട് പതുക്കെ നിർത്തി അത് കറക്റ്റായിട്ട് പൊടിച്ചെടുക്കാൻ ശ്രമിക്കുക. അപ്പോൾ നമുക്കിത് പുട്ടിൻ്റെ പൊടി കുഴക്കണ പോലെ തന്നെ ബാക്കിയൊക്കെ പുട്ടിൻ്റെ പൊടി നമ്മൾ ചെയ്യണ എന്താണോ അതുപോലെ തന്നെ കുറച്ച് ചെറിയ ചൂടുള്ള, വളരെ കൂടുതലും ആവാൻ പാടില്ല, തണുത്ത വെള്ളം ആവാൻ പാടില്ല കേട്ടോ. കുറച്ച് ചൂടുവെള്ളം ഒഴിച്ചാണ് ഞാൻ പുട്ടിൻ്റെ പൊടി കുഴയ്ക്കാറ് ശരിക്കും. ഈ പൊടി മാത്രമല്ല മിക്ക പൊടികളും. പിന്നെ ഉപ്പ് ആവശ്യത്തിന് ചേർക്കുക. നമുക്ക് ഈ ഉപയോഗിക്കുന്ന വെള്ളത്തിൽ വേണമെങ്കിൽ ഉപ്പ് ചേർത്തിട്ട്, ആദ്യമൊക്കെ അറിയില്ലാത്തവരാണ് പുട്ടിൻ്റെ പൊടി ആദ്യമായിട്ടാണ് കുഴയ്ക്കാൻ പോകുന്നതെങ്കിൽ അവർ നമ്മൾ എടുക്കുന്ന വെള്ളം ഒരു 1/4 കപ്പ് അല്ലെങ്കിൽ 1/2 കപ്പ് വെള്ളത്തിൽ കുറച്ച് ഉപ്പിൻ്റെ പൊടി ചേർത്ത് അത് കലക്കിയിട്ട് ചേർത്ത് കൊടുത്ത് പതുക്കെ കുഴച്ച് ആ ഉപ്പ് കൂടാനും കുറയാനും അങ്ങനത്തെ ഒരു അവസ്ഥ. ഫസ്റ്റ് ആദ്യമായിട്ട് പുട്ടിൻ്റെ പൊടി കുഴയ്ക്കുമ്പോൾ ചിലർക്ക് കൺഫ്യൂഷൻ ഉണ്ടാവും, അതൊക്കെ മാറിക്കിട്ടും. അപ്പോൾ ഇതിൽ ഞാനൊരു മുന്നേ വീഡിയോ ഇട്ടിട്ടുണ്ടായിരുന്നു, കുന്നംകുളം പുട്ടെന്ന് പറഞ്ഞുകൊണ്ട്. അതിൽ കുറച്ച് ജീരകവും ഉള്ളിയൊക്കെ ചേർത്തിട്ടുണ്ട്. നല്ല ഒരു ടേസ്റ്റ് ആയിട്ടുള്ള ഒരു പുട്ടാണ്. അപ്പോൾ അത് കാണാൻ ആഗ്രഹമുള്ളവർക്ക് ഈ വീഡിയോയ്ക്ക് താഴെ അതിൻ്റെ ഡിസ്ക്രിപ്ഷൻ ബോക്സിൽ ലിങ്ക് കൊടുക്കുന്നുണ്ട് കേട്ടോ ആ വീഡിയോയുടെ. അപ്പോൾ ഇതിലും അങ്ങനെ നമുക്ക് ചെയ്യാവുന്നതാണ്. കുറച്ച് ജീരകം പൊടിച്ചതും അതുപോലെ തന്നെ കുറച്ച് ഉള്ളിയും കൂടി വളരെ കുറച്ച് മാത്രം മതി. അത് രണ്ടും ചേർത്തിട്ട് മിക്സ് ചെയ്ത് നമുക്ക് ഈ പുട്ടിൻ്റെ പൊടി കുഴച്ച ശേഷം മിക്സ് ചെയ്ത് ഉപയോഗിച്ചിട്ടുണ്ടെങ്കിൽ നല്ല ടേസ്റ്റ് ആയിരിക്കും. അപ്പോൾ ഞാനിവിടെ ഇപ്പോൾ കുറച്ച് വെള്ളം ചേർത്തിട്ട് കുഴച്ചെടുക്കുകയാണ് കേട്ടോ. വെള്ളം വളരെ ചെറിയ ചൂട്, തണുത്ത വെള്ളം ഒഴിച്ചിട്ടല്ല കുഴക്കണേ കേട്ടോ. അപ്പം നമുക്ക് തേങ്ങയൊക്കെ കൂടുതൽ ഇഷ്ടമുള്ളവരാണെങ്കിൽ ഇതിൻ്റെ ഒപ്പം ഇടയ്ക്ക് തേങ്ങയും ചേർക്കാം.
അപ്പോൾ നല്ലൊരു ടേസ്റ്റ് ആയിരിക്കും. അതുപോലെ തന്നെ വേണമെങ്കിൽ കുറച്ച് റാഗിപ്പൊടിയോ പിന്നെ കുട്ടികൾക്കൊക്കെ പുട്ട് ഇഷ്ടമാണെങ്കിൽ അതിൻ്റെ ഒപ്പം നമുക്ക് കുറച്ച് റാഗിപ്പൊടിയോ പിന്നെ കുറച്ച് അരിപ്പൊടിയോ ഒക്കെ ചേർക്കാം. ഇത് നുറുക്ക് ഗോതമ്പ് പുട്ട് മാത്രമല്ലാണ്ട് ഇതിൻ്റെ ഇടയിൽ നമുക്ക് അതൊക്കെ മിക്സ് ചെയ്യാൻ പറ്റും കേട്ടോ. അപ്പോൾ ഇടയ്ക്കിടയ്ക്ക് കുറച്ച് തേങ്ങ, പിന്നെ കുട്ടികളാകുമ്പോൾ നമുക്ക് അതിലോട്ട് കുറച്ച് പഞ്ചസാരയും കൂടി ചേർത്താണെങ്കിൽ അവർക്ക് വളരെ ഇഷ്ടമാവും കേട്ടോ. അപ്പോൾ നന്നായിട്ട് മിക്സ് ചെയ്യാത്. അപ്പോൾ ഇതുപോലെ നന്നായിട്ട് കുഴച്ചെടുക്കുക. ഇപ്പോൾ നമ്മൾ ഈ തേങ്ങയും കൂടി ഇട്ട് കുഴച്ച് കഴിയുമ്പോൾ നല്ല പുട്ടുണ്ടാക്കണ ഒരു മണം തന്നെയാണ് കേട്ടോ വരുന്നത്. നല്ല പോഷകപ്രദമായിട്ടുള്ളതാണല്ലോ ഈ നുറുക്ക് ഗോതമ്പ് എന്ന് പറഞ്ഞിട്ടുണ്ടെങ്കിൽ. വളരെ ഈസിയാണ് ഉണ്ടാക്കാനായിട്ടും. അപ്പോൾ എല്ലാവരും ഒന്ന് ട്രൈ ചെയ്ത് നോക്കൂ കേട്ടോ. ഇത് കണ്ടോ, നമ്മളിതാ ഇത് കട്ടയില്ലാണ്ട് നന്നായിട്ട് ഇതുപോലെ കുഴച്ചെടുത്താൽ മാത്രം മതി. ഇനി നമുക്ക് ഈ പുട്ട് പൊടി ആവി കയറ്റിയിട്ട് പുട്ട് ആക്കിയെടുക്കാം. അപ്പോൾ ഞാനൊരു പ്രഷർ കുക്കറിൽ കുറച്ച് വെള്ളമൊഴിച്ച് ആവി വരാനായിട്ട് വെയിറ്റ് ചെയ്യണം കേട്ടോ. ആവി വന്ന ശേഷം മാത്രം നമ്മളുടെ പുട്ടുപൊടി ആക്കിയ അത് വയ്ക്കുക. അപ്പോൾ പുട്ട് കുറ്റി ആയിട്ട് ഇതാണ് എടുത്തിരിക്കുന്നത്. ചിരട്ടപ്പുട്ടിൻ്റെ ഷേപ്പിലുള്ള ആ ഒരു പാത്രമാണ് എടുത്തിരിക്കുന്നത്. അതായിരിക്കും ഒരു കാണുമ്പോൾ ഒരു ഭംഗിയൊക്കെ തോന്നുന്നത്. അതുകൊണ്ടാണ് ഞാൻ ഇത് എടുത്തേട്ടോ സെലക്ട് ചെയ്തത്. ഇനി നമുക്ക് കുറച്ച് തേങ്ങ ഇട്ടു ഇതിലോട്ട് അധികം അമർത്താതെ നമ്മുടെ പുട്ടുപൊടി ഇട്ട് കൊടുക്കണം. തേങ്ങ കൂടുതൽ ഇഷ്ടമുള്ളവരാണെങ്കിൽ വേണമെങ്കിൽ ഇത് ഈ മോൾ ഭാഗത്തും കുറച്ച് തേങ്ങ ഇതുപോലെ ഇട്ട് കൊടുക്കാം കേട്ടോ. അപ്പോൾ ഇത് റെഡി ആയി കഴിഞ്ഞു. ഇനി നമുക്ക് ആവി വരുമ്പോൾ അതിലോട്ട് വയ്ക്കാം. ആവി വന്ന് തുടങ്ങിയിട്ടുണ്ട്. അപ്പം നമുക്ക് ഇനി ഇതിലോട്ട് നമ്മുടെ പുട്ടുകുറ്റി ഇറക്കി വയ്ക്കാം. കറക്റ്റായിട്ട് ഇറക്കി വയ്ക്കാം. അതിനുശേഷം ഈ 3 ഹോള് കണ്ടില്ലേ, അത് കൂടി നന്നായിട്ട് ആവി വന്ന ശേഷം നമുക്ക് എടുത്താൽ മതി. അപ്പോഴേക്കും നമ്മുടെ പുട്ട് അടിപൊളിയായിട്ട് റെഡി ആയി കഴിയും. അങ്ങനെ നമ്മുടെ പുട്ടിന് ആവി വന്നു കഴിഞ്ഞു കേട്ടോ. പുട്ടിൻ കുറ്റിയിൽ കണ്ടില്ലേ ആവി വന്നു കഴിഞ്ഞു. നമുക്ക് പുട്ട് എടുക്കാം. ഇതാ നമ്മുടെ ആവി പറക്കണ പുട്ട് അങ്ങനെ റെഡി ആയി കഴിഞ്ഞു. അപ്പോൾ ഒരു 30 സെക്കൻഡ് ഒന്ന് ഇങ്ങനെ വച്ചേക്കുക. കാരണം അത് പൊടിയാണ്ട് കറക്റ്റ് ആ ഷേപ്പിൽ തന്നെ നമുക്ക് എടുക്കാൻ പറ്റും. അപ്പോൾ ജസ്റ്റ് ഒന്ന് വെയിറ്റ് ചെയ്യാം നമുക്ക്. അങ്ങനെ നമ്മുടെ കിഡിലൻ നുറുക്ക് ഗോതമ്പ് പുട്ട് റെഡി ആയി കഴിഞ്ഞു. എല്ലാവരും ഉണ്ടാക്കി നോക്കുക. എന്നിട്ട് നിങ്ങളുടെ അഭിപ്രായങ്ങളൊക്കെ എന്നെ എഴുതി അറിയിക്കാം. അപ്പോൾ അടുത്ത വീഡിയോ ആയിട്ട് പിന്നെയും വരാം. അപ്പോൾ ഈ ചാനൽ സബ്സ്ക്രൈബ് ചെയ്യുക കേട്ടോ. നിങ്ങൾക്ക് ഈ റെസിപ്പി ട്രൈ ചെയ്ത് നോക്കിയിട്ട് ഇഷ്ടമാവുകയാണെങ്കിൽ എൻ്റെ ചാനൽ സബ്സ്ക്രൈബ് ചെയ്യുക, എന്നെ സപ്പോർട്ട് ചെയ്യുക.